ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സെക്കൻഡ് സെമസ്റ്ററിലെ പെഡഗോഗി പാർട്ട് 2 ഫോർത്ത് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കവർ ചെയ്തതാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ലേണിംഗ് റിസോഴ്സസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് റിസോഴ്സസ്, ഗൈഡ് ലൈൻസ് ഫോർ സെലക്ടിംഗ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്, ടൈപ്സ് ഓഫ് ലേണിംഗ് റിസോഴ്സസ്, അതിൽ ഓഡിയോ മീഡിയ, വിഷ്വൽ മീഡിയ ആൻഡ് ഓഡിയോ വിഷ്വൽ മീഡിയ. ദെൻ ഫിഫ്ത്ത് വൺ ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ പർപ്പസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ്, അതിൻ്റെ പർപ്പസിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ലേണിംഗ് സപ്പോർട്ട്, ലെസൺ സ്ട്രക്ചർ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. സോ ഈ ഒരു പാർട്ട് 1-ൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ കവർ ചെയ്തത്. ഇതിൽ നിന്നും ഒരു ചോദ്യമാണ് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ലേണിംഗ് റിസോഴ്സസ് ആണ്. ദെൻ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ് ഈ ലേണിംഗ് റിസോഴ്സസുകൾ എന്നുള്ളതാണ്. അതിൽ ലേണിംഗ് റിസോഴ്സസിൻ്റെ പ്രധാനപ്പെട്ട ടൈപ്സുകൾ, അതിൽ വരുന്ന റിസോഴ്സുകൾ എല്ലാം എന്തിൽ പെടുത്താൻ പറ്റും, ഈ രണ്ടാമത്തെ പാർട്ടിൽ പെടുത്താൻ പറ്റും. അതിൽ തന്നെ ക്ലബ്ബ് ഒരു ലേണിംഗ് റിസോഴ്സാണ്. അതേപോലെ തന്നെ റിസോഴ്സ് സെൻറ്റർ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്ന ഒരു ലേണിംഗ് റിസോഴ്സാണ്. ഫീൽഡ് വിസിറ്റ് അല്ലെങ്കിൽ എക്സ്കേർഷൻ, അതും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒരു ലേണിംഗ് റിസോഴ്സാണ്. അതുകൂടാതെ തന്നെ എക്സിബിഷൻ അതൊരു ലേണിംഗ് റിസോഴ്സാണ്. അപ്പോൾ ഇത്രയും ലേണിംഗ് റിസോഴ്സസുകൾ ആണ് ഇതിൽ വരുന്നത്. അതുകൂടാതെ തന്നെ ഓരോ സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് ലേണിംഗ് റിസോഴ്സുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോമൺ ടൈപ്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രിൻറ്റഡ് റിസോഴ്സുകൾ വരുന്നുണ്ട്, ഓഡിയോ റിസോഴ്സുകൾ വരുന്നുണ്ട്, വിഷ്വൽ റിസോഴ്സുകൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ICT റിസോഴ്സസും വരുന്നുണ്ട്. ICT റിസോഴ്സ് ICT ബേസ്ഡ് വെർച്വൽ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് സിമുലേഷൻസ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ വരുന്ന ഒന്നാണ് സബ്ജക്റ്റ് റിസോഴ്സ് സെൻറ്റർ ഓർ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ സബ്ജക്റ്റ് റിലേറ്റഡ് ക്ലബ്സുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ലാസ്റ്റ്ലി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി റിസോഴ്സിൽ വരുന്നതാണ് ഫീൽഡ് വിസിറ്റ് ഓർ ഇൻഡസ്ട്രിയൽ വിസിറ്റ്, അതല്ലെങ്കിൽ എക്സ്കേർഷൻ, അതുമല്ലെങ്കിൽ എക്സിബിഷൻ ഓർ ഫെയർസ് എന്ന് പറയുന്നത്. എക്സിബിഷൻസും ഫീൽഡ് വിസിറ്റും രണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിക്കൊണ്ട് ഇതിനെ തരംതിരിച്ചുകൊണ്ട് ലേണിംഗ് റിസോഴ്സുകളെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ച് എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിലും സയൻസ് സബ്ജക്റ്റിലുള്ള കുട്ടികൾ പ്രത്യേകം ആഡ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് സയൻസ് ലബോറട്ടറിയും അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ കിറ്റുമാണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ സോഷ്യൽ സയൻസിലുള്ള കുട്ടികളാണെങ്കിൽ കമ്മ്യൂണിറ്റി റിസോഴ്സുകൾക്കാണ് ഈ മുൻതൂക്കം കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ അക്കൗണ്ടൻസി സബ്ജക്റ്റിലുള്ള കുട്ടികളാണെങ്കിൽ, കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി സബ്ജക്റ്റിലുള്ള കുട്ടികളാണെങ്കിൽ കമ്മ്യൂണിറ്റി റിസോഴ്സുകൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ എന്ന് പറയുന്നത് എക്സിബിഷൻ ഓർ ഫെയർസ് എന്ന് പറയും, ഫീൽഡ് വിസിറ്റ്സ് ഓർ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഓർ എക്സ്കേർഷൻ എന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കമ്മ്യൂണിറ്റി റിസോഴ്സുകളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പീപ്പിൾ ഉൾപ്പെടുന്നുണ്ട്, പ്ലേസ് ഉൾപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ സർവീസുകൾ ഉൾപ്പെടുന്നുണ്ട്. ഈ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വ്യക്തികൾ റിസോഴ്സ് പേഴ്സൺസുകളുണ്ട്. അതായത് IAS ഓഫീസർമാർ, അതല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ്, അഡ്വക്കേറ്റുമാർ, അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ, അതല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ്, അതല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ്, ഇങ്ങനെ പോലുള്ള ഈ കാര്യങ്ങളെയാണ് പീപ്പിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് അതൊരു കമ്മ്യൂണിറ്റി റിസോഴ്സാണ്. അതായത് കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടും. അവരുടേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്, അവരുടേതായിട്ടുള്ള കരിയേഴ്സ്, നമ്മൾ ഗോൾ വെക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് വ്യക്തമായ ധാരണ കിട്ടും. ഈ പീപ്പിളുമായിട്ട്, അതൊരു കമ്മ്യൂണിറ്റി റിസോഴ്സാണ് പീപ്പിൾ എന്ന് പറയുന്നത്. ആ പീപ്പിൾസുമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഒരു സെമിനാർസ് പോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് അതിനൊരു വ്യക്തമായ ധാരണ കിട്ടും. അതേപോലെ തന്നെ വരുന്ന ഒരു കമ്മ്യൂണിറ്റി റിസോഴ്സാണ് പ്ലേസ് എന്ന് പറയുന്നത്. സൂ വിസിറ്റ് ചെയ്യുക, മ്യൂസിയം വിസിറ്റ് ചെയ്യുക, ലൈബ്രറി വിസിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സിനിമകൾ കാണിച്ചു കൊടുക്കുക, ഇങ്ങനത്തെ എല്ലാ തിയേറ്ററുകൾ പോയി മറ്റ് നല്ല സിനിമകൾ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പ്ലേസസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസുകളിൽ പോയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യാം, എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ കുട്ടികൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. അല്ലെങ്കിൽ സോഷ്യബിലിറ്റിയാണ് അതിലൂടെ കുട്ടികൾ ഉണ്ടായി വരുന്നത്. ദെൻ സർവീസ് സെക്ടറുകൾ വിസിറ്റ് ചെയ്യിപ്പിക്കുക. അതായത് അതായത് മെൻ്റൽ ആൻഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉള്ള സ്ഥാപനങ്ങളുണ്ട് അല്ലേ, കുതിരവട്ടം അല്ലെങ്കിൽ പയങ്കുളം ഹോസ്പിറ്റൽ, അതല്ലെങ്കിൽ നിംഹാൻസ് ഹോസ്പിറ്റൽ, ഇങ്ങനെ പോലുള്ള ഹോസ്പിറ്റലുകളൊക്കെ വിസിറ്റ് ചെയ്യിപ്പിക്കുക. യൂത്ത് സർവീസ് സെൻറ്ററുകൾ വിസിറ്റ്
ചെയ്യിപ്പിക്കുക. സബ്സ്റ്റാൻസ് അബ്യൂസുകളൊക്കെ ഉള്ള സെൻറ്ററുകളുണ്ട്. ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക സെക്രട്ടേറിയറ്റ് വിസിറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ എന്താണ് ഒരു പിന്നെ സർവീസ് സെക്ടറുകളാണ്. അപ്പോൾ അവിടെയുള്ള സെക്ടറുകൾ എന്തൊക്കെയാണ്, അവിടേക്ക് എന്തൊക്കെയാണ് റൺ ചെയ്യുന്നത്, അവിടുത്തെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെ അല്ലെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങളാണ്. അംഗനവാടികൾ, വില്ലേജ് ഓഫീസറുകൾ, പഞ്ചായത്തുകൾ, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വിസിറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിലും എന്തുണ്ടാവും, കുട്ടികൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നതാണ്. ഇവയെല്ലാം എന്ത് തന്നെയാണ്, പിന്നെ കമ്മ്യൂണിറ്റി റിസോഴ്സുകളാണ്. അഥവാ പീപ്പിൾ വരുന്നുണ്ട്, പ്ലേസുകൾ വരുന്നുണ്ട്, സർവീസ് സെക്ടറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവ ഒക്കെ നമുക്ക് ഏത് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കാം. എക്സിബിഷൻ നടത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ ഫെയർസ് നടത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റുകൾ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ നടത്തിക്കൊണ്ടോ, അതല്ലെങ്കിൽ എക്സ്കേർഷൻസ് നടത്തിക്കൊണ്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് സോഷ്യൽ സയൻസിലുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൂടാതെ തന്നെ അക്കൗണ്ടൻസി ആൻഡ് കൊമേഴ്സിലുള്ള കുട്ടികൾക്കാണ് ഇത് വരുന്നത്. അതുകൂടാതെ മറ്റ് സബ്ജക്റ്റുള്ള കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആണ്. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് സബ്ജക്റ്റുള്ള കുട്ടികൾക്കും അത് ഇമ്പോർട്ടൻസ് ആണ്. ഈ സയൻസ് സബ്ജക്റ്റുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ISR വിസിറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതൊക്കെ എന്താണ് ഫീൽഡ് വിസിറ്റിൻ്റെ ഏറ്റവും നല്ലൊരു സയൻസ് സബ്ജക്റ്റുള്ള കുട്ടികൾക്ക് നല്ലൊരു ഇതാണ്. മാത്സിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെ നമ്മൾ വിസിറ്റ് ചെയ്യിപ്പിക്കുക. അതൊക്കെ എന്താണ് മാത്സിൻ്റെ സപ്പോർട്ടിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി വിസിറ്റുകളാണ്, കമ്മ്യൂണിറ്റി റിസോഴ്സുകളാണ്. സോ നിങ്ങൾ ബേസിക്കലി എന്ത് ചെയ്യണം, നമ്മുടെ പിന്നെ ഐഡൻറ്റിഫൈങ് ആൻഡ് അനലൈസിങ് ദ ലേണിംഗ് റിസോഴ്സസ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഓഫ് ദി സബ്ജക്റ്റ് എന്നുള്ളതിൽ പ്രിൻറ്റഡ് റിസോഴ്സുകൾ ഒരു കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കുകൾ, മറ്റു കാര്യങ്ങളൊക്കെ. ഓഡിയോ റിസോഴ്സുകൾ വരുന്നുണ്ട്, വിഷ്വൽ റിസോഴ്സുകൾ വരുന്നുണ്ട്, ICT റിസോഴ്സുകൾ വരുന്നുണ്ട്, സബ്ജക്റ്റ് റിസോഴ്സ് സെൻറ്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ സബ്ജക്റ്റ് റിലേറ്റഡ് ക്ലബ്ബുകൾ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എന്താണ് ഈ ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് നടത്താൻ പറ്റുന്ന കാര്യമാണ്. മറ്റ് ഔട്ട് ഓഫ് ആയിട്ട് വരുന്ന കാര്യമാണ് കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ വരുന്നത്. അപ്പോൾ ഇവയെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പ്രിൻറ്റഡ് റിസോഴ്സുകൾ ഏതൊക്കെയാണ്, ന്യൂസ് പേപ്പർ, മാഗസിൻസ്, ജേർണൽസ്, സയൻസ് എൻസൈക്ലോപീഡിയാസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ, മറ്റ് കാര്യങ്ങളൊക്കെ. ഓഡിയോ റിസോഴ്സുകൾ എന്താണ്, DVDs, CDs, മറ്റ് ഓഡിയോ ടാപ്പ് റെക്കോർഡർ, ടാപ്പ് ഡെക്കുകൾ, അല്ലെങ്കിൽ ടാപ്പ് മെഷീൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്, ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ വിഷ്വൽ റിസോഴ്സുകൾ വരുന്നതാണ് പിക്ചേഴ്സ്, ഫ്ലാഷ് കാർഡ്സ്, ചാർട്ട്സ്, പോസ്റ്റേഴ്സ്, ഫോട്ടോഗ്രാഫ്സ്, മോഡൽസ്, ഇവയൊക്കെ. അതായത് നമ്മൾ തേർഡ് സെമിസ്റ്ററിലും കൂടി ഈ ഒരു റിസോഴ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ചാർട്ടുകൾ ഉപയോഗിക്കണം. റെക്കോർഡുകൾ എഴുതുമ്പോൾ നമ്മളൊരു ലെസൺ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കണം, PPTകൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കാം, പിന്നെ അതേപോലെ തന്നെ പിക്ചേഴ്സ് ഉപയോഗിക്കാം, ചാർട്ട് ഉപയോഗിക്കാം, പോസ്റ്റേഴ്സ് ഉപയോഗിക്കാം, ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിക്കാം, മോഡൽസ് ഉപയോഗിക്കാം, വീഡിയോ ഉപയോഗിക്കാം, DVDs, മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, മൾട്ടിമീഡിയ, ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉപയോഗിക്കാം. ബ്ലാക്ക് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അതെല്ലാം ഏതിൽ വരുന്നതാണ്, ഈ റിസോഴ്സിൽ തന്നെ വരുന്നതാണ്. അതിൽ ICT റിസോഴ്സിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, മൾട്ടിമീഡിയ, ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്. അപ്പോൾ ഈ റിസോഴ്സുകൾ നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിൽ കൂടി, തേർഡ് സെമിസ്റ്ററിൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൽ കൂടി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണെന്നുള്ളതാണ്. ദെൻ കമ്മ്യൂണിറ്റി റിസോഴ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സിബിഷൻ ഓർ ഫെയർസ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യണം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം. അതിൽ കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി സബ്ജക്ട്സിൻ്റെ എക്സിബിഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പിന്നെ സയൻസ് സബ്ജക്റ്റുകളുടെ എക്സിബിഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, സോഷ്യൽ സയൻസിൽ എക്സിബിഷൻസ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിക്കൊണ്ട് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ ലേണിംഗ് റിസോഴ്സുകളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളുണ്ട്. അതിൽ ദ സബ്ജക്റ്റ് റിലേറ്റഡ് ക്ലബ്സ് എന്ന് പറയുന്നു, 2 സബ്ജക്റ്റ് റിസോഴ്സ് സെൻറ്റർ ഓർ ഏരിയ എന്ന് പറയുന്നു, 3-മത്തത് ഫീൽഡ് വിസിറ്റ് ആൻഡ് എക്സ്കേർഷൻ ആൻഡ് ലേണിംഗ് റിസോഴ്സ് ഇൻ ദി സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവയൊക്കെ ആവർത്തിച്ച് വരുന്നതാണ്. എങ്കിൽ കൂടിയും ഇവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവ സെപ്പറേറ്റ് ആയിക്കൊണ്ട് തന്നെ നോട്ട്സ് തന്നിട്ടുണ്ട്. ഇവ ഓരോന്നിൻ്റെയും അണ്ടറിൽ വരുന്ന സബ് പോയിൻറ്റ്സുകൾ ഏതൊക്കെയെന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്നാൽ ഞാൻ ഇവയൊക്കെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ പറയാത്തത് ഒന്ന് ക്ലബ്ബുകളെക്കുറിച്ച് മാത്രമായിരിക്കും. അതിൽ റിസോഴ്സ് സെൻറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫീൽഡ് വിസിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എക്സ്കേർഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവ ഓരോന്നിൻ്റെയും അണ്ടറിൽ വരുന്ന പോയിൻറ്റ്സുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. സബ്ജക്റ്റ് ക്ലബ്ബിൽ ആ സബ്ജക്റ്റ് ക്ലബ്ബ് ഓർഗനൈസേഷനെ ഭാഗമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരണം. ആ സബ്ജക്റ്റ് ക്ലബ്ബിൽ വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയെന്നുള്ളത് പറയണം. അതേപോലെ തന്നെ സബ്ജക്റ്റ് റിസോഴ്സ് സെൻറ്റർ ആണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് പറയണം. ഫീൽഡ് വിസിറ്റ്, എക്സ്കേർഷൻ ഒരു 3-മത്തെ ടോപ്പിക്കായിട്ട് എടുത്ത് പറയണം. എന്താണ് സബ്ജക്റ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചിങ് ഈസ് എ സയൻസ് ആസ് വെൽ ആസ് ആർട്ട്. ടീച്ചിങ് കൊമേഴ്സ് ആൻഡ് ദ അതർ സബ്ജക്ട്സ് മേക്കിംഗ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ഫോർ സബ്ജക്ട്സ് ഇൻ ചലഞ്ചിങ് ജോബ് ഫോർ കൊമേഴ്സ് ടീച്ചർ or other subjects teachers or other careers.
Then commerce subject or other subjects is related to all national or international happening in economic, political and social areas and other specific subject area related. So it is very essential for teacher to connect her his or teaching to practical life. അതായത് ഇവിടെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഏത് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലബ്ബുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ക്ലബ്ബുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ സബ്ജക്റ്റിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ ആയിരിക്കണം അതിൽ എന്ത് ചെയ്യേണ്ടത്, ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ സയൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫിസിക്സ് ക്ലബ്ബ് അല്ലെങ്കിൽ കെമിസ്ട്രി ക്ലബ്ബ്, ബയോളജി സയൻസ് ക്ലബ്ബുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 3 ഉണ്ടാക്കാവുന്നതാണ്. കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി ക്ലബ്ബ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ഓർ ലാംഗ്വേജ് ക്ലബ്ബുകൾ ഉണ്ടാക്കാവുന്നതാണ്. മാത്തമാറ്റിക്സ് ക്ലബ്ബുകൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇവ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻസും അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും പർപ്പസും ഓരോന്നിൻ്റെയും ഓർഗനൈസേഷൻസും ഓരോന്നിൻ്റെയും ആക്ടിവിറ്റികളും തമ്മിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ അവ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് തന്നെ എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതിന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അല്ലെങ്കിൽ PDF പറയുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പോൾ ഇങ്ങനെ ഇത് ക്ലബ്ബ് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അതിന് ചില സ്റ്റെപ്സുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഡിസൈഡ് വാട്ട് കൈൻഡ് ഓഫ് എ ക്ലബ് ഇറ്റ് വിൽ ബി. സെക്കൻഡ് വൺ, ഫിഗർ ഔട്ട് വെയർ ആൻഡ് വെൻ യുവർ ക്ലബ് വിൽ മീറ്റ്. Then third one, being recruiting members for your club. Then fourth one, meeting has to be organized once or twice in a month. The last one, decide the rules and procedures of the club. ഈ ഒരു സ്റ്റെപ്സുകൾ വെച്ചിട്ട് എന്തെങ്കിലും 2-3 സെൻറ്റൻസുകൾ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ വരുന്ന ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളത്, ഈ ആക്ടിവിറ്റികളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എങ്കിലും ഇതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റികൾ ഇവ എല്ലാ ക്ലബ്ബുകളിലും ഉൾപ്പെടുത്താവുന്നതാണ്. ഡ്രമാറ്റൈസേഷൻ, റോൾ പ്ലേ, സ്ട്രീറ്റ് പ്ലേ, ടീച്ചിങ് എയ്ഡ്സ് പ്രിപ്പറേഷൻസ്, ഫീൽഡ് വിസിറ്റ്സ്, ടൂർ എക്സെട്ര, പ്രൊജക്റ്റ് വർക്ക്സ്, സർവേ, സെലിബ്രേഷൻ ഓഫ് ഡേയ്സ്, ടോക്സ്, സെഷൻ ബൈ എക്സ്പേർട്സ് അല്ലെങ്കിൽ ഡിസ്കഷൻസ്, സെമിനാർസ്, വർക്ക്ഷോപ്സ്, കോൺഫറൻസസ്, ഡിസ്പ്ലേ ബോർഡ്സ്, ബുള്ളറ്റിംഗ് ബോർഡ്സുകൾ, കോമ്പറ്റീഷൻസ് നടത്തുക, ബാങ്കിങ് ഓർ കോപ്പറേറ്റീവ് സ്റ്റോർസ് അക്കൗണ്ടിങ് സെക്ഷൻ ആണെങ്കിൽ, ഡിസ്കഷൻ ഓർ പേപ്പർ റീഡിംഗ് ഓൺ ടോപ്പിക് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്സ്, കണ്ടക്ടിങ് എക്സിബിഷൻ ഓർ ഫെയർസ്. ഇപ്പോൾ ഈ കാര്യങ്ങളാണ് ആക്ടിവിറ്റികളായിക്കൊണ്ട് ക്ലബ്ബുകളിൽ നിങ്ങളുടെ സെപ്പറേറ്റ് ആക്ടിവിറ്റികളായിട്ട് കൊണ്ട് ഉൾപ്പെടുത്തേണ്ടത്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ദെൻ സബ്ജക്റ്റ് റിസോഴ്സ് സെൻറ്റർ എന്താണെന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിവിടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനനുസരിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉൾപ്പെടുത്തണം. ദെൻ ഫീൽഡ് വിസിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള സബ് പോയിന്റ്സുകൾ എന്തൊക്കെയാണ്? ഡെഫിനിഷൻ, വേർ എ സ്റ്റുഡൻറ്റ് ക്യാൻ ഡു ഫോർ എ വിസിറ്റ്, ഓർഗനൈസേഷൻ ഓഫ് എ വിസിറ്റ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഫീൽഡ് വിസിറ്റ്സ് ഓർ എക്സ്കേഷൻ. ഓർഗനൈസേഷനിൽ വരുന്നതാണ് പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഫീൽഡ് വിസിറ്റ്സ് ഓർ എക്സ്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഫീൽഡ് വിസിറ്റ് എന്താണ്? ഫീൽഡ് വിസിറ്റിൻ്റെ ഡെഫിനിഷൻസ് പറയണം. ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓർഗനൈസേഷൻ ഓഫ് എ വിസിറ്റ്, അതിൽ പറയുന്ന കാര്യങ്ങൾ, പർപ്പസ് ഓഫ് വിസിറ്റ്, ഫൈനലൈസിങ് ഓഫ് പ്ലേസ് ആൻഡ് വെന്യൂ, ദ സേഫ് ഓഫ് ദി സ്റ്റുഡൻറ്റ്, ഇൻസ്ട്രക്ഷൻ ടു സ്റ്റുഡൻറ്റ്, ഒബ്റ്റെയിൻ അപ്രോപ്രിയേറ്റ് പ്രിയർ അപ്രൂവൽ. ദ സേഫ്റ്റി ഓഫ് ദി സ്റ്റുഡൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കോളേജുകളും എല്ലാ സ്ഥാപനങ്ങളും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ കാര്യങ്ങളായിരിക്കും. ഏത് ടൂറിലാണ്, ഏത് എക്സ്കേഷൻ ആണെങ്കിലും ഏത് ഫീൽഡ് വിസിറ്റ് ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാലക്കാടൊക്കെ ഇൻഡസ്ട്രിയൽ ഫാക്ടറികളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സിമെൻറ്റ് ഫാക്ടറിയിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ വളരെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് എ വിസിറ്റ് എന്നുള്ളതിൽ ഫസ്റ്റ് വൺ പർപ്പസ് ഓഫ് വിസിറ്റ്, എന്താണ് പർപ്പസ്? Then second one, finalizing of the place or venue, then the safety of the students, instruction to the student, obtain appropriate prior approval എന്നുള്ളത്. ദെൻ അതിൽ വരുന്ന എന്താണ് പ്ലാനിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നുണ്ട്, ഇവാലുവേഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫീൽഡ് വിസിറ്റ്സ് ഓർ എക്സ്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്? അത് ഓർഗനൈസേഷൻ വിസിറ്റിൽ തന്നെ വരുന്ന സെപ്പറേറ്റ് ആയിട്ട് വരുന്ന പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ എന്നുള്ളതാണ്. സോ ഈ എക്സ്കേഷനും ഫീൽഡ് വിസിറ്റും ഇൻഡസ്ട്രിയൽ വിസിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കുക. എക്സാമ്പിളുകൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പറയുക. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിളുകളാണ്. വിസിറ്റ് ടു എ ബാങ്ക്, സ്റ്റോക്ക് മാർക്കറ്റ്, എക്സ്പോർട്ട് ഹൗസസ്, റിസോഴ്സ് സെൻറ്റർ എക്സെട്ര. ഈ കാര്യങ്ങളാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിളുകൾ അതിൽ കോട്ട് ചെയ്യുക. സോഷ്യൽ സയൻസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും
സയൻസ് ആണെങ്കിലും. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പറയുക. ഇപ്പോൾ നിങ്ങൾ പെഡഗോഗി സബ്ജക്റ്റുകൾ നമുക്ക് ജനറലി 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളൂ. ഒന്ന് സയൻസ് ഒരു മെയിൻ ഏരിയ ആണ്, അത് ഫിസിക്കൽ സയൻസും ബയോളജി സയൻസും വരുന്നുണ്ട്. സോഷ്യൽ സയൻസ് ആൻഡ് അക്കൗണ്ടൻസി ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു ഏരിയ ആണ്. സോഷ്യൽ സയൻസും കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസിയും ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ദെൻ മാത്തമാറ്റിക്സ് മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ്. ലാസ്റ്റ് വൺ ലാംഗ്വേജ് സബ്ജക്ട്സ് ആണ്. അപ്പോൾ അങ്ങനെ പെഡഗോഗിക്കൽ സബ്ജക്റ്റ് ജനറലി 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സയൻസ് സബ്ജക്ട്സ്, സോഷ്യൽ സയൻസ് സബ്ജക്ട്സ്, മാത്തമാറ്റിക്സ് ആൻഡ് ലാംഗ്വേജസ്. അപ്പോൾ അതിനനുസരിച്ച് കൂടി നിങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഞാൻ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, റിവ്യൂ ഓഫ് ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലെയിൻ ദ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ലേണിംഗ് റിസോഴ്സസ് ഓഫ് ദി സബ്ജക്റ്റ്. അത് നോട്ട് ചെയ്യുക. വാട്ട് ആർ ദ ലേണിംഗ് റിസോഴ്സ്? ലേണിംഗ് റിസോഴ്സുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും. ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് റിസോഴ്സുകൾ എന്ന് പറയുന്നത്. പ്രിൻ്റ് റിസോഴ്സ്, ഓഡിയോ റിസോഴ്സ്, വിഷ്വൽ റിസോഴ്സ്, ICT റിസോഴ്സ്, സബ്ജക്റ്റ് റിസോഴ്സ് സെൻറ്റർ, സബ്ജക്റ്റ് ക്ലബ്ബുകൾ, കമ്മ്യൂണിറ്റി റിസോഴ്സ്, അതിൽ ഫീൽഡ് വിസിറ്റ്, അതിൽ എക്സിബിഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ലേണിംഗ് റിസോഴ്സുകളിൽ വരുന്നത്. അതുകൂടാതെ തന്നെ സയൻസ് സബ്ജക്റ്റിലാണെങ്കിൽ ലബോറട്ടറി വരുന്നുണ്ട്, എക്സ്പെരിമെൻ്റൽ കിറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. മാത്സും അതേപോലെ തന്നെ മാത്സും ഇംഗ്ലീഷ് സബ്ജക്റ്റിലുള്ളവരാണെങ്കിൽ റിസോഴ്സ് ബാങ്കിനെ കുറിച്ചും റിസോഴ്സ് ഐലൻഡിനെ കുറിച്ചും റിസോഴ്സ് പെനിൻസുലയെ കുറിച്ചൊക്കെ നിങ്ങൾ പ്രത്യേകം, അതല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പേർട്സിനെ കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. മാത്സും ഇംഗ്ലീഷിലുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? റിസോഴ്സ് ബാങ്ക്, റിസോഴ്സ് ഐലൻഡ്, റിസോഴ്സ് പെനിൻസുല, അതേപോലെ തന്നെ ടെക്നിക്കൽ എക്സ്പേർട്സുകൾ. ഇവയെക്കുറിച്ച് കൂടി ഈ മാത്സും ഇംഗ്ലീഷിലുള്ള സബ്ജക്റ്റുള്ള കുട്ടികളും കൂടി പ്രത്യേകമായിട്ട് എടുത്ത് മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും 2 ഏരിയകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചു. രണ്ടാമത്തത് ലേണിംഗ് റിസോഴ്സസുകളാണ്. ആ ലേണിംഗ് റിസോഴ്സുകളിൽ ക്ലബ്ബുകളും അതേപോലെ തന്നെ റിസോഴ്സ് സെൻറ്ററുകളും ഫീൽഡ് വിസിറ്റുകളും ഉൾപ്പെടുത്തുക. എല്ലാവരും തന്നെ നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത യൂണിറ്റുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.